ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസം എന്ന് പറയുമ്പോൾ രണ്ടാഴ്ചയൊക്കെ ആയി ഞങ്ങൾ ഡാൻസിങ് ക്ലാസ്സിൽ എല്ലാവരും കൂടെ ടൂർ പോയായിരുന്നു. ഞങ്ങൾ ഡാൻസിങ് ക്ലാസ്സിലുള്ള എല്ലാവരും ഉണ്ടായിരുന്നു, പിന്നെ റാനും ഷെറിനും ഹംസയും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം സംഭവം വീഡിയോ എടുത്തിട്ട് കുറച്ച് നാളായി. എന്നെ അറിയാമല്ലോ, ഞാനെല്ലാം താമസിച്ചാണ് ഇടാറുള്ളത്. അപ്പോൾ ഇതും കുറച്ച് ലേറ്റായി. സോ ഞങ്ങൾ രാവിലെ ഒരു 5:30 ആകുമ്പോൾ അവിടെ എത്തണമെന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മളെ അറിയാമല്ലോ, നമ്മളിപ്പോഴും ലേറ്റ് കമേഴ്സാണ്. 5:30 എന്ന് പറയുമ്പോൾ 6 മണി എന്തായാലും ആവും ഷുവർ. അപ്പം ഞങ്ങൾ എന്തായാലും അവിടെ എത്തിയപ്പോൾ ഒരു 6 മണിയൊക്കെ കഴിഞ്ഞ്. പിന്നെ ഞങ്ങൾ വരാൻ വേണ്ടി അവിടെ കാത്തിക്കുമായിരുന്നു. എല്ലാവരും ടൂറിസ്റ്റ് ബസ്സിലായിട്ടാണ് പോയത്. അപ്പം ഞങ്ങൾ വരാൻ വേണ്ടി അവിടെ ബസ് കാത്തിക്കുകയാണ്. ഞങ്ങൾ വന്നുകൊണ്ട് ബസ് എടുക്കുകയും ചെയ്ത്. ഞങ്ങളായിരുന്നു ലാസ്റ്റ് വന്നത്, സ്വാഭാവികം. അങ്ങനെ അവിടെ ചെന്ന് എല്ലാവരും ഉണ്ടായിരുന്നു. ദിലുവിൻ്റെ കൂട്ടുകാരിയും നന്ദന ചേച്ചി എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. സോ ഞങ്ങൾ തമിഴ്നാട്ടിലാണ് പോകുന്നത്. അപ്പോൾ അവിടെ ഏതൊക്കെ സ്ഥലങ്ങളൊക്കെ പോകുന്നുണ്ട്. എനിക്ക് കറക്റ്റ് സ്ഥലമൊന്നും അറിയത്തില്ല, എവിടേക്കാണെന്ന്. എനിക്ക് എൻ്റെ പേരുകളൊന്നും അറിയത്തില്ല. അപ്പോൾ ഞങ്ങൾ ബസ്സിൽ കയറി. കുറച്ച് കഴിഞ്ഞപ്പം തന്നെ പാട്ടൊക്കെ ഇട്ട് എല്ലാം ചിൽ മൂഡായി. അപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് നല്ല ആകാശം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. പിന്നെ കയറി കുറച്ച് കഴിഞ്ഞപ്പം തന്നെ എല്ലാവരും പാട്ടിട്ട് അവിടെ തുള്ളലൊക്കെ തുടങ്ങി. പിന്നെ ഞാൻ കുറച്ചായിട്ടൊക്കെ ഇതിൽ പാട്ടൊക്കെ ആഡ് ചെയ്തിട്ടുള്ളൂ, ഇല്ലെങ്കിൽ എനിക്ക് കോപ്പിറൈറ്റ് അടിക്കും. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ആഡ് ചെയ്ത് വയ്ക്കുന്നത്. അപ്പം നമ്മൾ എസ് വളവിൻ്റെ അവിടെ എത്തുന്ന ഒരേപോലെ ഡാൻസും വൈബൊക്കെ ആയിരുന്നു. പിന്നെ അവിടെ എത്തിയപ്പോൾ ആണെങ്കിൽ നല്ലോണം ട്രാഫിക്. അവിടെ ട്രാഫിക്കിൽ ഒരു അരമണിക്കൂറിൽ കിടന്നിട്ടുണ്ടാവും. പിന്നെ കുറച്ച് നേരം അവിടെ ട്രാഫിക്കിലൊക്കെ കിടന്ന്. ഒന്നാമത്തെ കാര്യം അവിടെ റേഞ്ച് ഇല്ലായിരുന്നു. സോ എല്ലാവരും അവിടെ ബോറടിച്ചിരിക്കുമായിരുന്നു. അങ്ങനെ ട്രാഫിക്കിൽ കിടന്നിട്ട് ഞങ്ങൾ നേരെ തമിഴ്നാട്ടിലോട്ട് എത്തി. അവിടെ ആദ്യം ഉള്ള ഒരു കേരള ഹോട്ടലാണ് കേട്ടോ. അപ്പോൾ അവിടെയാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് കയറിയത്. പിന്നെ ഞങ്ങൾ പുനർദം എന്ന് പറയുന്നൊരു ബസ്സിലോട്ടോ വന്നത്. സംഭവം എനിക്കതൊന്നും അറിയത്തില്ല. ഷെയറും പിന്നെ ടൂറിസ്റ്റ് ബസ്സിന് പ്രാന്തായതുകൊണ്ട് അവൻ കുറേ വീഡിയോസൊക്കെ അവിടെ നിന്ന് എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതിന് ശേഷം ഞങ്ങൾ അകത്തോട്ട് കയറി. നല്ല തിരക്കായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇരിക്കാൻ സ്ഥലം കിട്ടിയത്. പിന്നെ ഞങ്ങളുടെ കൂടെ ബസ്സിൽ വന്നുള്ളവരാണ് ആ കടയിൽ പാതിയും. പിന്നെ മൊത്തം മലയാളികളായിരുന്നു കേട്ടോ. മിക്കതും മലയാളികളായിരുന്നു നമ്മളുണ്ടായിരുന്നത്. ഞാൻ മസാല ദോശയായിരുന്നു വാങ്ങിച്ചത്. അവർ ആദ്യമേ നെയ് റോസ്റ്റൊക്കെയാണ് വാങ്ങിച്ചത്. അതിന് ശേഷം ഞാൻ മസാല ദോശ വാങ്ങിച്ചത്. എന്നിട്ട് പുറകെ അവർ മസാല ദോശ അങ്ങ് വാങ്ങിച്ചു. പിന്നെ എനിക്കും ഉമ്മിക്കും കേട്ടോ ആദ്യമേ വന്നത്. അവൾമാർ നോക്കിക്കുമായിരുന്നു. അങ്ങനെ അവൾമാർക്ക് വന്ന് അവൾമാർ കഴിച്ചൊക്കെ ചെയ്തു. പിന്നെ അതിന് ശേഷം കഴിച്ചിട്ട് ഞങ്ങൾ നേരെ അവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു. ഏതോ ഒരു അമ്പലം, എനിക്ക് അമ്പലത്തിൻ്റെ പേരറിയത്തില്ല. കുറേ സ്റ്റെപ്പൊക്കെ ഉള്ളൊരു അമ്പലമായിരുന്നു. അപ്പം ബസ് അതിനകത്ത് കയറിപ്പില്ല. അപ്പോൾ ഞങ്ങൾ അത്രയും സ്റ്റെപ്പ് നടന്നാണ് അങ്ങ് പോയത്. 1001 സ്റ്റെപ്പ് ഉണ്ടാവും ഇവിടുന്ന്. അത്രയും വണ്ടി കയറത്തില്ല, എല്ലാ വണ്ടികളും നിൽപ്പുണ്ട്. ഞാൻ എങ്ങനെ ഇറങ്ങിന്നോ? എവിടുന്ന്? ഇവിടുന്ന് അത്രയും കയറാനുണ്ട്. എല്ലായിടത്തും വീടെടുപ്പ. ഇപ്പൊ കിടന്നേനെ. അയ്യോ, നടക്കാൻ വയ്യ. ഈ അമ്പലത്തിൽ 1001 സ്റ്റെപ്പൊക്കെ ഉണ്ടെന്നാണ് പത്മാൻ്റെ അടുത്ത് പറഞ്ഞത്. ഉള്ളതാണോന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഞങ്ങൾ ഇരുന്നൊക്കെ ആട്ടോ കയറുന്നത്. നല്ല വെയിലും ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു മൂലയ്ക്ക് ഷെയറിന് വീഡിയോ എടുപ്പൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ എങ്ങനെയൊക്കെ നടന്ന് മുകളിലെത്തി. ഉമ്മയും പത്മാൻ്റെ അവിടെ എല്ലാവരെയും കൂടെ പതിയെ നടന്ന് വരുന്നേ ഉള്ളായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അകത്തൊക്കെ കയറി കുറച്ച് പ്രാക്ടീസൊക്കെ ചെയ്ത്. പിന്നെ മെയിനായിട്ട് റീൽസ് എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരും കൂടെ നടന്ന് അവിടെ മുകളിലെത്തി. അപ്പോൾ അവിടെ നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇഷ്ടംപോലെ ഫോട്ടോസൊക്കെ എടുപ്പായിരുന്നു. മെയിനായിട്ട് ഫോട്ടോ എടുപ്പായിരുന്നല്ലോ. പിന്നെ അവിടെ എല്ലാവരും കൂടെ ഡാൻസിൻ്റെ റീൽ എടുക്കാനായിട്ട് പ്രാക്ടീസിങ് ആണ്. അങ്ങനെ എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് ഒരുവിധം എങ്ങനെയൊക്കെയോ എന്തൊക്കെയോ ഒപ്പിച്ചെടുത്തായിരുന്നു.
അപ്പം ഞങ്ങൾ മുകളിൽ കയറി കുറേ റീൽസൊക്കെ എടുത്ത് ആകെ ഒരെണ്ണം മാത്രമേ നേരെ വന്നിട്ടുള്ളൂ. ഇപ്പം ഞങ്ങൾ താഴോട്ട് ഇറങ്ങിപ്പോവുകയാണ്. പുറകെ ഓരോരുത്തർ വരുന്നുണ്ട്. ഞങ്ങൾ കുറ്റാലത്തെത്തി. റയാൻ മുമ്പേ ഓടിയെന്ന് തോന്നുന്നു. റയാന് ശേഷം മുമ്പേ പോയി. അടുത്തുള്ളത് Hello guys, വേൾഡ് സബ്സ്ക്രൈബ് ചെയ്തേക്കുന്ന സബ്സ്ക്രൈബേഴ്സ് ആണ് ഗൈസ്. ഹലോ, എന്റെ അനിയത്തിയും സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അതെ, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചാനൽ. ഇങ്ങോട്ടാ അവരൊക്കെ ഇറങ്ങിപ്പോയേ. എലിയല്ലത്, വേറൊന്നും ഉണ്ടായില്ല. അതാണോ? അപ്പം അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ കുറ്റാലത്തോട്ടോ പോയത്. അപ്പം അവിടെ ചെന്നപ്പോഴത്തേക്ക് ശേഷം വീഡിയോ എടുപ്പൊക്കെയാണ്. എല്ലാം ഉണ്ട്, ഫാമിലീസ്. അതുകൊണ്ട് അടി കൂടുന്നു. പിന്നെ തേനൊക്കെ നോക്കി കൊടുക്കുന്നു, കടിക്കും, തിന്നുന്നു, കൈയൊക്കെ എടുത്ത് കടിക്കുന്നു, കാലൊക്കെ കടിക്കുന്നു. ഒരെണ്ണം ഡിപ്രഷൻ അടിച്ചിരിക്കുക. ഇപ്പൊ ചാടിത്തരും കുഞ്ഞിക്കൊരങ്ങ്. യു എന്തി അതുകൊണ്ട് പോകുന്നു. ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. നമ്മളിവിടെ ചുമ്മാ വന്നിരിക്കുന്നു. ഇവിടെ ഒന്നും വെള്ളമൊന്നുമില്ല. പോടാ. ഐ ലവ് കുറ്റാലം. എന്തേലും നീ പോയില്ലേ? അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ കുറ്റാലത്ത് നിന്ന് തിരിച്ചു കേട്ടോ. ഞങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് തിരിച്ച്. അപ്പം ഞങ്ങൾ പോകുന്ന വഴിക്ക് അവിടെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറി കടയിൽ തന്നെ, അവിടെ അടുത്ത് തന്നെയായിരുന്നു വണ്ടി നിർത്തിയത്. അപ്പോൾ അവിടെ കുറച്ച് ആൾക്കാർ പോയി ഫുഡൊക്കെ കഴിക്കാൻ കയറി. ഞങ്ങളാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഊണ് പോഞ്ഞുകൊണ്ടൊക്കെ വന്നായിരുന്നു. അപ്പോൾ ഞങ്ങൾ സൈഡിൽ ഇരുന്ന് കഴിക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അവസാനമൊക്കെ ആയപ്പോഴത്തേക്ക് വലുതായിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല എന്നുള്ള സത്യാവസ്ഥ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഞങ്ങൾ പോകുന്ന വഴിക്കാണെങ്കിൽ അവിടെ തെന്മല പാർക്കിലും പിന്നെ അവിടെ എന്തോ ഡിയർ പാർക്കിലൊക്കെ ഞങ്ങൾ കയറിയായിരുന്നു. സംഭവം എൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. ഒന്നാമത്തെ കാര്യം എൻ്റെ ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു. പിന്നെ അതിന് ശേഷം ഞങ്ങൾ വീഡിയോസൊന്നും വലുതായിട്ട് എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ പോകുന്ന വഴിക്ക് ഡിയർ പാർക്കിലൊക്കെ കയറി അവിടെ കുറേ ഒന്ന് കളിക്കൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതിന് ശേഷം ഞങ്ങൾ രാത്രിക്കായപ്പോൾ വീട്ടിൽ പോയിട്ടോ. പിന്നെ ബസ്സിൽ വെച്ച് കുറേ റീലൊക്കെ എടുത്തായിരുന്നു. കുറേയെല്ലാം ഒരു റീലെടുത്തായിരുന്നു. അപ്പോൾ അത് ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം ഇത്രയൊക്കെയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം നമുക്ക് അടുത്ത വീഡിയോ എടുക്കാവുന്നവരെ ബായ്.